വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. സംശയം, നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ എത്തുന്ന ആളുകളൊക്കെ ഖുർആൻ ഇരുന്ന് ഓതി വെക്കണം. നമ്മൾ സ്വാഭാവികമായിട്ട് ഓതൊക്കെ എടുത്ത് നേരെ പള്ളിയിൽ ചെല്ലുകയാണ്. തവാത്തുൽ നിസ്കരിക്കണം, തഹിയ്യത്ത് നിസ്കരിക്കണം, എല്ലാം ഉദ്ദേശിച്ച് ചെല്ലുമ്പോൾ ഈ ഓതുന്ന ആൾക്കാരിങ്ങനെ ഇരുന്ന് ഒരാളിങ്ങനെ നമ്മൾ കേൾക്കുന്ന രീതിയിൽ ഇരുന്ന് ഓതുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇയാള് തിലാവത്തിന്റെ നമ്മുടെ സജദയുടെ ആയത്തോതുണ്ടല്ലോ. അപ്പൊ ഈ സജദയുടെ ആയത്തോതുമ്പോ തിലാവത്തിന്റെ സുജൂദ് കേൾക്കുന്ന ആൾക്കാർക്ക് സുന്നത്തുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ ഈ സുജൂദ് ചെയ്യുക, നമ്മൾ കേട്ടപ്പോ സുജൂദ് ചെയ്യാൻ നിന്നാൽ പിന്നെ നമ്മള് സ്വാഭാവികമായിട്ടും ഇരുത്തം വരും. അപ്പൊ പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തഹിയ്യത്ത് നഷ്ടപ്പെടും. അപ്പോ എന്താണ് അതിനൊരു വിധി? പിന്നെ തഹിയ്യത്ത് നഷ്ടപ്പെടുമോ? അല്ല നമ്മൾ ആദ്യം തഹിയ്യത്തും ഇതൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്താൽ മതിയോ? സ്വാഭാവികമായിട്ട് ഇങ്ങനെ സാധാരണ ഇങ്ങനെ നമ്മളെപ്പോഴും സംഭവിച്ചു പോകുന്നൊരു സംഗതിയാണ്. അപ്പോ അതൊന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് വിശദീകരിക്കാം. തിലാവത്തിന്റെ സുജൂദും തഹിയ്യത്തിന്റെ നിസ്കാരവും പള്ളിയിൽ കയറിയാൽ ഉണ്ടാകുന്ന 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നസ്കാരം ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്നിടത്ത് ഒന്നെടുത്താൽ മറ്റത് നഷ്ടപ്പെട്ടു പോകുമോ? അതല്ല, 2ൽ 1 കൊണ്ട് ചുരുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഏതിന് മുൻതൂക്കം കൊടുക്കണം? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചർച്ചകൾ അവിടെ കയറി വരുന്നുണ്ട്. ഇതൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്തരം ഘട്ടങ്ങളൊക്കെ കയറി വരും. ഇപ്പോൾ പള്ളിയിൽ വരുന്ന സമയത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തഹിയ്യത്തിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടാകും. അപ്പോൾ പിന്നെ നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പം അവിടെ ഖുർആൻ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും, ഈ പ്രവാസികളാണ് ചിലപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ അവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സലാത്തിന്റെ ജമാഅത്തിന്റെ സമയമായിട്ടില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടെ അങ്ങനെ ഖുർആൻ ഓതിയിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ കുറഞ്ഞൊരു രൂപത്തിൽ അവരിങ്ങനെ ഓതുന്ന സമയത്ത് നമ്മൾ ആ ആയത്ത് കേൾക്കുമ്പം തിലാവത്തിന്റെ സുജൂദിന്റെ പരാമർശമുള്ള ആയത്തായിരിക്കും. അപ്പോൾ പിന്നെ അത് കേട്ടോൽക്കും സുന്നത്തുണ്ടല്ലോ ഈ സുജൂദ് ഷാഫി മദ്ഹബ് പ്രകാരം. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സുജൂദിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ, കാരണം സുജൂദിന് ഇരിക്കണ്ടേ, സുജൂദിനാണെങ്കിൽ ഇരിക്കണ്ടേ, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകില്ലേ? കാരണം തഹിയ്യത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന കാരണത്തിൽപ്പെട്ട ഒരു കാരണം തന്നെയാണ് അവിടെ ഇരിക്കുക എന്നുള്ളത്. പിന്നെ കുറെ കാരണങ്ങളൊക്കെ, വേറെ കാരണങ്ങളൊക്കെ കൊണ്ട് നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട് ഏറെക്കുറെ. അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു ഇരുത്തം ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ? അങ്ങനെ പോകുമെന്നാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? ഇങ്ങനെ തുടങ്ങിയിട്ട് ഘട്ടങ്ങളൊക്കെ വരുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും ഇങ്ങനെ പള്ളിയിൽ കയറിയ സമയത്ത് തിലാവത്തിന്റെ സുജൂദും തഹിയ്യത്തിന്റെ നിസ്കാരവും രണ്ടും ഒരുമിച്ച് കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഈ പറയുന്ന തിലാവത്തിന്റെ സുജൂദ് ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ നിസ്കരിക്കട്ടെ. ഈ സുജൂദ് കൊണ്ട് ഈ നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂല എന്ന് വ്യക്തമായിക്കൊണ്ട് ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 2ാം വാള്യം ഇതിന്റെ 325-ാമത്തെ പേജിലായിട്ട് പറയുന്നു, വൽഔജഹു ഫീ മുസ്തമിഇൻ ലഹാ ഖബ്ല സലാത്തിഹി തഹിയ്യത. തിലാവത്തിന്റെ സുജൂദ് പരാമർശമുള്ള ആയത്ത് കേട്ടവനിക്ക് സുജൂദ് ഉണ്ടാകുമല്ലോ. അപ്പൊ അവൻ പള്ളിയിൽ കയറിയിട്ട് തഹിയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പാകുമ്പോ അന്നഹു യസ്ജുദു സുമ്മ യുസല്ലി തഹിയ്യത, അയാൾ ആദ്യം സുജൂദ് ചെയ്യട്ടെ, എന്നിട്ട് തഹിയ്യത്ത് നിസ്കരിക്കട്ടെ. ഈ നിസ്കാരം കൊണ്ട് ഈ സുജൂദ് കൊണ്ട് ഈ നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂല. കാരണം ലിഅന്നഹു ജുലൂസുൻ ഖസീറുൻ ലിഉദ്രിൻ, ഈ ഒരു ഇരുത്തം തിലാവത്തിന്റെ സുജൂദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം ഒരു ചെറിയ ഇരുത്തമാണ്. മാത്രമല്ല ലിഉദ്രിൻ, അത് കാരണം ഉണ്ടല്ലോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പം അതുകൊണ്ട് എന്തല്ല വഹുവല യുഫവ്വിതുഹാ, ഈ സുജൂദ് ഈ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തി കളയൂല എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുമ്പം ഇതന്നെയാണ് ശാഫിഈ മദ്ഹബിലെ മുഅ്തമദും എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പം മഹാനായ ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹുവിന്റെ കൻസുർ റാഗിബീൻ, നമ്മളെ പള്ളിയർസിലൊക്കെ ഓതിപ്പടിക്കുന്ന കൻസുർ റാഗിബീൻ, ഇതിന് ഒരുപാട് ഹഷ്യകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ കല്ലൂബി അമീറൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതോടൊപ്പം തന്നെയുള്ളൊരു ഹഷ്യയാണ് ഇമാം സുംബാത്തി തങ്ങളുടെ ഹാഷിയത്തു സുംബാത്തി.
ഈ പറയുന്ന ഹാഷ്യത്തു സുംബാത്തിൽ ഇത് ഷാഫി മദ്ഹബിലെ മുഅ്തമദ് തന്നെയാണ് ഈ മസ്അല എന്നും വ്യക്തമായിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. ഇതിന് രണ്ടാം വാള്യം 179 പേജിലുണ്ടോ വലാ തുഫൂതു ബിദാലിക തഹിയ്യത്തു അലൽ മുഅ്തമദ്. ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം പറയാണ് എന്നുണ്ടെങ്കിൽ ഈ സുജൂദ് കൊണ്ട് ഈ നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂല. കാരണം അന്നഹു ജുലൂസുൻ ഖസീറുൻ ലിഉദ്രിൻ, ചെറിയൊരു ഇരുത്തല്ലേ ഉള്ളൂ, മാത്രമല്ല കാരണവും ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഏതായാലും ആദ്യം സുജൂദ് ചെയ്യട്ടെ പിന്നെ നിസ്കരിക്കട്ടെ എന്നാണ് അവിടുത്തെ മസ്അല. അങ്ങനെ തന്നെ പോവേണ്ടതും. എന്നാൽ ഒരാൾ 2/1 കൊണ്ട് ചുരുക്കാൻ ഉദ്ദേശിച്ചാലോ, രണ്ടും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുജൂദ് നിസ്കാരം രണ്ടും നടത്തുന്നില്ല. ഒന്നിരിക്കൽ ഈ പറയുന്ന സുജൂദ് അല്ലെങ്കിൽ നിസ്കാരം. അപ്പൊ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ചർച്ചയും ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ അവിടെ ഈ പറയുന്ന സുജൂദിനാണ് പ്രാധാന്യം, നിസ്കാരത്തിനല്ല. നമ്മൾ വിചാരിച്ചു നിസ്കാരത്തിനേ കാരണം നിസ്കരിക്കാൻ സുജൂദ് വേണ്ട എന്നാണ് ഏറെക്കുറെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പൊ ചിലപ്പോ ഒക്കെ സംഭവിക്കും. ആ ഓത്തോടെ കേൾക്കുന്നുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ നെവർ മൈൻഡായിട്ട് തള്ളും. ഇവിടെയാണ് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ പ്രാധാന്യം ഉണ്ടാകുമല്ലോ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആയത്ത് കേട്ടിട്ടുണ്ട്, അവിടെ സുജൂദ് നമുക്ക് സുന്നത്തുണ്ട്, എന്നിട്ട് അത് വിട്ടിട്ട് നമ്മൾ എന്താകും ഈ പറയുന്ന നിസ്കരിക്കും. അത് തെറ്റൊന്നുമില്ല, അത് കുറ്റാണ് ഒന്നുമല്ല, നിസ്കരിച്ചാൽ കൂലിയൊക്കെ കിട്ടും. അതല്ല ഇവിടുത്തെ വിഷയം. ഓരോന്നിനും ഓരോന്നുണ്ടല്ലോ. അവിടെ ശരിക്ക് 2/1 ചുരുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കല്ല സുജൂദാണ് ചെയ്യേണ്ടത്. അത്രത്തോളം മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായയിൽ പറയുന്നു. അതായത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ നേരത്തെ പറഞ്ഞ മസ്അലക്ക് റംലി ഇമാം നിഹായിലും പറഞ്ഞു. അതായത് ആദ്യം സുജൂദ് ചെയ്യട്ടെ, അതാണ് എൻ്റെ ഭംഗി. ആദ്യം സുജൂദ് ചെയ്യട്ടെ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യട്ടെ, നിസ്കരിക്കട്ടെ എന്നാണ്. എന്നിട്ട് മഹാനവർ കൂട്ടി പറയുന്നു 2/1 മേൽ ചുരുക്കാൻ ഉദ്ദേശിച്ചാലോ, നിഹായുടെ 1-ാം വാള്യം 415 പേജിൽ രണ്ടാലിൽ ഒന്നിന്റെ മേൽ ചുരുക്കാൻ ഉദ്ദേശിച്ചാൽ ഫസ്സുജൂദു അഫ്ളലു, തിലാവത്തിന്റെ സുജൂദാണ് ശ്രേഷ്ഠത, തിലാവത്തിന്റെ സുജൂദിനാണ് ശ്രേഷ്ഠത. എന്തേ കാരണം പറഞ്ഞത്? ലിഖ്തിലാഫി ഫി വുജൂബിഹി, ആ സുജൂദ് നിർബന്ധാണ് എന്ന് ചില പണ്ഡിതന്മാർക്ക് വാദമുണ്ട്. അപ്പൊ നിർബന്ധാണ് എന്ന് പറഞ്ഞോലുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, അതിനാണ് പ്രാധാന്യം എന്നുള്ളത്. നിർബന്ധ എന്നുള്ളതുണ്ടോ? ഉണ്ട്. അതായത് മദ്ഹബ് വിശദീകരിക്കുന്ന കിതാബിൽ 4 മദ്ഹബ് വിശദീകരിക്കുന്ന കിതാബാണ് റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ അഇമ്മ എന്ന് പറയുന്ന കിതാബ്. ഇതിന്റെ മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം പറയുമ്പം തിലാവത്തിന്റെ സുജൂദിൽ 3 മദ്ഹബ് പ്രകാരം, അതായത് മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇത് 3ലും സുന്നത്ത്. എന്നാൽ ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ് എന്ന് ഈ കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മദ്ഹബിന്റെ ഇമാമികൾ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിന്റെ 1-ാം വാള്യം 134 പേജിലാണ് ബാബു സുജൂദ് തിലാവത്ത്, തിലാവത്തിന്റെ സുജൂദിന്റെ അധ്യായം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കൊടുക്കുന്ന മസ്അല ഹുവ സുന്നത്തു ഇന്ദ തലാഥത്തിൽ ഖാരിഉൽ മുസ്തഖോ. ഈ തിലാവത്തിന്റെ ആയത്ത് കേട്ടോൽക്കും അതുപോലെ തന്നെ ഓതിയോൽക്കും ഒക്കെ എൻ്റെ 3 മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം സുന്നത്താണ്. എന്നാൽ വക്കാല അബു ഹനീഫ, ഹനഫി മദ്ഹബ് പ്രകാരം ഹുവ വാജിബുൻ, അത് നിർബന്ധാണ് എന്നുള്ളത്. അപ്പൊ ഹനഫി മദ്ഹബിൽ അവര് എൻ്റെ മുഅ്തമദാക്കിയതും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് അവരുടെ ഗ്രന്ഥങ്ങളിലും പറയുന്നത്. ഇപ്പോൾ ഹനഫി മദ്ഹബിന്റെ ഏറെക്കുറെ മുഅ്തമദ് വിശദീകരിക്കുന്ന കിതാബ് നൂറുൽ ഇലാഹ് എന്ന് പറയുന്ന കിതാബ് ഹനഫി ഫിഖ് ആണത്. ഇമാം സുറുംബുലാലി എന്നവരുടെ ഇതിൽ ഇത് നിർബന്ധം എന്ന് പറയുന്നുണ്ട്. തിലാവത്തിന്റെ സുജൂദ് ഇതിന്റെ 218 പേജിലുണ്ടോ ഈ പറയുന്ന തിലാവത്തിന്റെ സുജൂദിന്റെ ഘട്ടും മട്ടൊക്കെ വിശദീകരിച്ചിടത്ത് പറയുന്ന അതിന്റെ ഹുക്കും പറയുമ്പോൾ വഹുവ വാജിബുൻ, അത് നിർബന്ധമാണ്. അപ്പോ ഇത് നിർബന്ധ എന്ന് പറഞ്ഞ പോലെ ഉണ്ടായത് കൊണ്ട് അപ്പൊ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് റംലി ഇമാമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ കയറി വരുമ്പം ഇത് രണ്ടും മേളിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇത് വരൂല. കാരണം തഹിയ്യത്തിന്റെ നിസ്കാരം കൂടുതലും വരിക. പിന്നെ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കേട്ടാലല്ലേ ഉള്ളൂ. അല്ലാതെ ഒരാൾ സുജൂദ് ചെയ്യണത് കണ്ടു വിചാരിച്ചാൽ നമുക്ക് സുജൂദൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ ആയത്തെ നമ്മൾ കേൾക്കണം. കേട്ടോൽക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നതിന്റെ ഷർത്ത് തന്നെയാണ് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കേട്ടും ചെയ്തു, ഈ പറയുന്ന നിസ്കാരം വന്നു, ഇത് രണ്ടും ഒരുമിച്ച് കൂടിയാൽ ഏറ്റവും നല്ലത് എന്താണ്? ആദ്യം സുജൂദ് ചെയ്യുക, എന്നിട്ട് പിന്നെ തഹിയ്യത്ത് നിസ്കരിക്കുക. അതാണ് അതിന്റെ ഭംഗി. അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ റംലി ഇമാമും ഈ പറയുന്ന ഇബ്നു ഹജർ ഒക്കെ പറഞ്ഞ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത്. എന്നാൽ 2/1 പേര് ചുരുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സുജൂദിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നർത്ഥം കേട്ടോ.